പ്രിയ സഹോദരങ്ങളെ നമസ്കാരം. വെഞ്ഞാറമൂട് സ്നേഹക്കൂടിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എസ് ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ 5 അംഗ മതമൈത്രി സൗഹൃദ സംഘം വെഞ്ഞാറമൂട്ടിൽ നിന്നും 2025 ജനുവരി 30 വ്യാഴാഴ്ച വൈകുന്നേരം ടാറ്റ പഞ്ചിൽ കോട്ടയം തൃശൂർ വഴി കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടുകൂടി കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നു. തന്റെ വളർത്തച്ഛനും വളർത്തമ്മയ്ക്കും ഒരു വേടന്റെ ദിവ്യരൂപത്തിൽ ദർശനം നൽകി അനുഗ്രഹിച്ച വളപട്ടണം നദിക്കരയിൽ കുടികൊള്ളുന്ന സാക്ഷാൽ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ യാത്ര തിരിച്ചു. ഇസ്ലാം മത പ്രചരണാർത്ഥം ഇന്ത്യയിലെത്തിയ ആദ്യ സംഘം പണികഴിപ്പിച്ച 1400 വർഷത്തോളം പഴക്കമുള്ള കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ ജുമാ നമസ്കാരത്തിന്റെ ബാങ്കുലികൾ മുഴങ്ങിക്കേട്ടിരുന്നു. അവിടെ നിന്നും 7 കിലോമീറ്റർ അകലെ കുമ്പളയ്ക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന ശ്രീ മാതൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ദോഷനാശിനിയായ മധുവാഹിനി പുഴയുടെ തീരത്ത് 3 നിലകളിലായി ആനയുടെ ആകൃതിയിൽ ഗജായ നിർമ്മിതിയിലുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ശിവനും ശ്രീ ഗണപതിയുമാണ്. അവിടെയുള്ള ഭോജനശാലയിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് നമ്മൾ കുമ്പളയ്ക്കടുത്ത് തന്നെയുള്ള ശ്രീ അനന്തപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനവും തടാകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവുമാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തന്റെ മുകളിൽ ശയിക്കുന്ന പ്രതിഷ്ഠയാണെങ്കിൽ ഇവിടെ അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് കാണാൻ സാധിക്കുക. വിഷ്ണുഭക്തനായ വില്ലുമംഗലം സ്വാമിക്ക് മുന്നിൽ ബാലനായി വളർന്ന ഭഗവാൻ അദൃശ്യനായി അനന്തൻകാട് എന്ന തിരുവനന്തപുരത്തേക്ക് യാത്ര പോയ ഗുഹ ഈ കുളത്തിന്റെ വശത്ത് കാണാൻ സാധിക്കും. ഇവിടെ നിവേദ്യച്ചോറ് മാത്രം കഴിക്കുന്ന സസ്യഭുക്കായ ബബിയ എന്ന മുതലയെയും ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദ്വാപര യുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ അഗസ്ത്യമുനി ധ്യാനം നടത്തിയ ക്ഷേത്രവുമാണിത്. അവിടെ നിന്നും നമ്മൾ കർണാടകയിലെ ഉള്ളാൾ മദനീത്തങ്ങൾ മസ്ജിദിൽ എത്തിച്ചേർന്നു. അപ്പോൾ അസർ നമസ്കാരത്തിന്റെ ബാങ്കുലി ശബ്ദം മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. സുഹൃത്തുക്കളുടെ അസർ നമസ്കാരവും കഴിഞ്ഞ് വൈകുന്നേരം 7:30 ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ദ്വാരകയിൽ രുക്മിണി ദേവി പൂജിച്ചിരുന്ന വിഗ്രഹം ഗുരു ശ്രീ മാധവാചാര്യർ ക്ഷേത്രത്തിൽ കാണുന്ന മാധവ സരോവർ എന്ന കുളത്തിൽ ശുദ്ധി വരുത്തി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. വെള്ളിയിൽ തീർത്ത അഴിക്കുള്ളിലൂടെയാണ് ഭഗവാനെ ദർശിക്കേണ്ടത്. കൃഷ്ണവിഗ്രഹത്തെ ഡയമണ്ട് കൊണ്ട് അലങ്കരിച്ചിരുന്നു. ക്ഷേത്ര സമീപത്തായി ഗോശാലയും ബൃന്ദാവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ആചാര്യന്മാരുടെ സമാധിസ്ഥലവും കാണാം. ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടപ്പെട്ട ക്ഷേത്രകലകൾ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് തെക്കുവശത്തായി ചന്ദ്രമൗലീശ്വര ക്ഷേത്രവും ആനന്ദേശ്വര ക്ഷേത്രവും കാണാം. ക്ഷേത്രത്തിലെ ഭോജനവും കഴിച്ച് നമ്മൾ യാത്ര പോയത് പ്രസിദ്ധമായ കൊല്ലൂരിലേക്കാണ്. ക്ഷേത്രത്തിലെത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പായി എല്ലാ ജനങ്ങൾക്കും സുഖം നൽകട്ടെ എന്ന സന്ദേശം കൊത്തിവെച്ചിരിക്കുന്ന പ്രവേശന കവാടം കാണാം. തൊട്ടടുത്ത് തന്നെ ഒരു വനദുർഗാ ക്ഷേത്രവും ഉണ്ട്. ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഈ ക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. രാത്രി 11 മണിയോടുകൂടി കൊല്ലൂരിൽ റൂമെടുത്തു. അടുത്തു തന്നെയായി ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നു. കുടജാദ്രിയിൽ നിന്നും ഉദ്ഭവിച്ച് ഔഷധ സസ്യങ്ങളുടെ തലോടലേറ്റു വരുന്ന ശ്രീ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുപോയപ്പോൾ ഒരു ഭാഗം ഇവിടെ പതിച്ചു എന്ന് വിശ്വസിക്കുന്ന സൗപർണിക നദിയിൽ മുങ്ങിക്കുളിച്ചു വേണം ദർശനം നടത്തേണ്ടത് എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ഗണപതി ഭഗവാനെയും തൊഴുത് കിഴക്കേ നടവഴി കൊല്ലൂർ ശ്രീ മൂകാംബിക അമ്മയുടെ തിരുനടയിൽ പ്രവേശിച്ചു. ശനിയാഴ്ച പ്രധാന ദിവസമല്ലെങ്കിൽ കൂടി ഭേദപ്പെട്ട ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. സരസ്വതി, ലക്ഷ്മി, കാളി ചൈതന്യത്തോടുകൂടിയ ആദിപരാശക്തി കുടികൊള്ളുന്നതാണ് ക്ഷേത്രം. ദേവീ ദർശനം കഴിഞ്ഞ് ഉപദേവന്മാരുടെ ദർശനവും നടത്തി എല്ലാ പ്രാർത്ഥനയും സഫലമാകുവാൻ അവസാനം വീരഭദ്രസ്വാമിയെയും മനസ്സുരുകി പ്രാർത്ഥിച്ചു. രാവിലെ 6:30 മുതൽ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭം കുറിക്കും.
തൊട്ടടുത്ത് തന്നെയായി ഗണപതി ഹോമവും നടക്കുന്നു. രാവിലെയുള്ള ദർശനം കഴിഞ്ഞ് 30 കിലോമീറ്റർ അകലെയുള്ള കുടജാദ്രി കുന്നുകളിലേക്ക് യാത്ര പുറപ്പെട്ടു. മിട്ടൂർ ജംഗ്ഷനിൽ നിന്നും ജീപ്പിൽ ഫോറസ്റ്റ് ഗാർഡ് റൂമിൽ നിന്നും പാസും എടുത്ത് 6.5 കിലോമീറ്റർ ഓഫ് റോഡ് സഞ്ചാരം. പാറക്കല്ലുകളും ചെമ്മണ്ണും നിറഞ്ഞ മലമ്പാതകളിലൂടെ 3/4 മണിക്കൂറോളം ജീപ്പ് സഞ്ചരിച്ച് 3700 അടി ഉയരമുള്ള കുടജാദ്രി മലനിരയിൽ കാണുന്ന ശ്രീദേവി മൂഹാസുരനെ വധിച്ച ത്രിശൂലം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിനു സമീപം എത്തിച്ചേർന്നു. ശ്രീ മൂകാംബികാ ദേവിയുടെ മൂലസ്ഥാനമായി കണക്കാക്കുന്ന 2500ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രം. സമീപത്തായി പർവ്വതേശ്വര ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും. അതിനോടനുബന്ധിച്ച് ചെറുമീനുകളുള്ള മനോഹരമായൊരു കുളവും കാണാം. അവിടെ നിന്നും 1.5 കിലോമീറ്റർ കാൽനട യാത്ര. തുടർന്ന് ചെങ്കുത്തായ മലനിരകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗണപതി ഗുഹയും അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹവും കാണാം. മേഘങ്ങളുടെ തലോടലേറ്റ് ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് മാമലകളുടെ മധ്യഭാഗത്തുകൂടിയുള്ള ഇടുങ്ങിയ മലമ്പാതകളിലൂടെ മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാനാകുന്നത് ആദിഗുരു ശ്രീ ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച കൽമണ്ഡപമാണ്. 8ാം വയസ്സിൽ 4 വേദവും 12ാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമയ്ക്കുകയും 32ാം വയസ്സിനുള്ളിൽ 300ഓളം സംസ്കൃത കൃതികളും രചിച്ച് സർവജ്ഞപീഠം കരസ്ഥമാക്കിയ ആദിശങ്കരൻ തപസ്സനുഷ്ഠിച്ച സ്ഥലം. അവിടെ നിന്നും മടക്കയാത്ര തിരിച്ച് സൗവർണിക നദിയിൽ സ്നാനം ചെയ്ത് വീണ്ടും ദീപാരാധന സമയം കൊല്ലൂർ ശ്രീ മൂകാംബികാ ദേവിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നു. ശീവേലിയും ദേവിയുടെ സ്വർണ്ണരഥത്തിലുള്ള എഴുന്നള്ളത്തും കണ്ട് കഷായ പ്രസാദവും വാങ്ങി രാത്രി തന്നെ 60 കിലോമീറ്റർ അകലെയുള്ള ശ്രീ മുരുടേശ്വരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അന്ന് മുരുടേശ്വരത്ത് താമസിച്ച് ഞായറാഴ്ച അതിരാവിലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. 237 അടി ഉയരമുള്ള രാജഗോപുരത്തിന്റെ മുകളിൽ നിന്നുള്ള വീക്ഷണം അതിമനോഹരമായിരുന്നു. അറബിക്കടലിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് സമീപമുള്ള മനോഹരമായ ബീച്ച് സഞ്ചാരികളെ വളരെ ആകർഷിക്കുന്നു. രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയിരുന്ന ആത്മലിംഗത്തെ ബ്രാഹ്മണ ബാലനായി വന്ന ഗണപതി ഭഗവാൻ ഏറ്റുവാങ്ങി മണ്ണിൽ ഉറപ്പിച്ചപ്പോൾ ക്രോധനായ രാവണൻ പിഴുതെടുക്കാൻ ശ്രമിച്ചപ്പോൾ പല ഭാഗങ്ങളായി മാറിയ ആത്മലിംഗത്തെ ദൂരത്തേക്കെറിഞ്ഞപ്പോൾ ആത്മലിംഗത്തെ ചുറ്റിയ തുണി കൊണ്ടുള്ള ആവരണം പതിച്ച സ്ഥലമാണ് മുരുടേശ്വരം എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്ര ചുറ്റുപാടും കണ്ട് 37 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവപ്രതിമയും കണ്ട് പുരാണകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ശില്പ മ്യൂസിയവും ശനീശ്വര ക്ഷേത്രവും ഗീതോപദേശ ശില്പവും കണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നമ്മൾ മുരുടേശ്വരത്തു നിന്നും മടക്കയാത്ര ആരംഭിച്ചു. വഴിമധ്യേ മംഗലാപുരം എത്തുന്നതിനു മുമ്പേ മനോഹരമായ ഒരു കടൽ തീരവും കാണാൻ സാധിച്ചു. വൈകുന്നേരം സൂര്യാസ്തമയത്തോടടുത്ത് നമ്മൾ ബേക്കൽ കോട്ടയിൽ എത്തിച്ചേർന്നു. സന്ദർശന സമയം വളരെ കുറവായിരുന്നു. അറബിക്കടലിനോട് ചേർന്ന് 40 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന 1650 പണി പൂർത്തിയാക്കിയ നിരവധി രഹസ്യ ഗുഹകളും ആയുധപ്പുരകളുമൊക്കെയുള്ള ഈ കോട്ട പുരാവസ്തു വകുപ്പിന് കീഴിലുള്ളതാണ്. കോട്ടയുടെ ഏറ്റവും ഉയരമുള്ള നിരീക്ഷണ ഗോപുരത്തിൽ നിന്നും അസ്തമയ സൂര്യന്റെ പ്രകാശത്തിൽ ദൃശ്യമാകുന്ന കോട്ടയുടെ ഭംഗി വളരെ നയനാനന്ദകരമായിരുന്നു. പ്രവേശന കവാടത്തിന് സമീപമായി ആഞ്ജനേയ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയോടുകൂടി വെഞ്ഞാറമൂട്ടിൽ നമ്മുടെ യാത്ര പര്യവസാനിച്ചു. മറ്റൊരു വിശേഷവുമായി അടുത്തതിൽ. നന്ദി, നമസ്കാരം.